ഗൈസ്, അപ്പോൾ നമ്മൾ ഇത്രയധികം ഫീച്ചേഴ്സ് ബേസ് ഓപ്ഷനിലും കൂടെ കിട്ടുമോ? എന്നാൽ കിട്ടൂട്ടാ. നമ്മുടെ ഏറ്റവും പുതിയ ഹുണ്ടായുടെ ക്രെറ്റയിലാണ് നിൽക്കണം. നമ്മൾ ഏറ്റവും പുതിയ ബേസ് ഓപ്ഷൻ്റെ. അപ്പോൾ ബേസ് ഓപ്ഷൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളാണ് നോക്കണം. ഈ വാഹനം നമുക്ക് ബേസ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഡീസൽ ബേസ് ഓപ്ഷനിലും അതുപോലെ തന്നെ പെട്രോൾ ബേസ് ഓപ്ഷനിലും മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ഇതിൽ വരുന്നില്ല കേട്ടോ, ഇത് ഈ ഒരു വേരിയൻറ്റും കാര്യങ്ങളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നോക്കി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റയുടെ ഇ എന്ന് പറഞ്ഞുള്ള ബേസ് ഓപ്ഷൻ. ഇവന്റെ ആ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, കിഡിലൻ എന്ന് പറഞ്ഞാൽ കിഡിലൻ കളറായിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പ് ഈ എക്സ് സെക്കൻഡ് വേരിയന്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ SX എന്ന് പറഞ്ഞുള്ള ടോപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബേസ് ഓപ്ഷനിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് കിട്ടാന്ന് പറഞ്ഞാൽ വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അഡീഷണൽ ആയിട്ട് 2-3 ഐറ്റം കൂടി കയറ്റിയാൽ നമുക്ക് ഒരുവിധം എല്ലാ സെറ്റപ്പും യൂസ് ചെയ്യാം. ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ സെൻട്രൽ ലോക്കിന്റെ കീയും കാര്യങ്ങളും വരുന്നത്. ലോക്ക് അൺലോക്ക്, അതുപോലെ ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സ്വിച്ച്. ഇത് നമുക്ക് ഫ്ലിപ്പ് കീയും കാര്യങ്ങളാണ് വരുന്നത്. എങ്ങനെയുണ്ട് ആ സൗണ്ടും കാര്യങ്ങളും? ആ ഹുണ്ടായുടെ ടോപ്പനിന്റെ അതേ ഹോണും കാര്യങ്ങളും തന്നെയാണ് കൊടുത്താണ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ DRL കാണാം. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലോജൻ ബൾബുകളാണ്, LED അല്ല. ആ ഒരു ബൾബ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു ക്രോം ഫിനിഷാണ് കൊടുത്താണ്, ഡീക്രോം ചെയ്തിട്ടുള്ള ഒരു ഭാഗം. പിന്നെ ഇവിടെ നമ്മുടെ DRL കാണാം നോർമലായിട്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ ഒരു ഹെഡ് ലാമ്പിന്റെ വെർട്ടിക്കൽ യൂണിറ്റ് കാണാം. പ്ലസ് നമ്മുടെ ആ ഒരു സെന്റർ ഭാഗം നോക്കി ഗ്രില്ലൊക്കെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് നമുക്ക് അവിടെ കാണാൻ സാധിക്കില്ല, പ്ലാസ്റ്റിക് ബ്ലാക്ക് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. പിന്നെ ഹുണ്ടായുടെ ലോഗോ വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തിന്റെ ഒരു ക്രോമിന്റെ ചുറ്റും കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഹെഡ് ലാമ്പിന്റെ യൂണിറ്റിന്റെ താഴ്വശത്തേക്കൊക്കെ ആയിട്ട് ആ ചുറ്റിലും ഹെഡ് ലാമ്പിന്റെ യൂണിറ്റിനെ കണ്ട ഒരു പ്ലാസ്റ്റിക് ആവരണത്തിലാണ് ഇത് നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? അതും അടിപൊളിയായില്ലേ. പിന്നെ സെൻറ്ററിലെ നമ്പർ പ്ലേറ്റ് ഹോൾഡർ, പിന്നെ ഫ്രണ്ടിലും ബാക്കിലത്തും സ്കിഡ് പ്ലേറ്റില്ലേ, അത് ഫുൾ ഓപ്ഷൻ്റെ സെയിം തന്നെയാണ് വരുന്നത്. അത് ഏകദേശം ഒരു അലുമിനിയം ആ ഒരു ലുക്കായിട്ട് തന്നെയാണ് വരുന്നത്. അടിപൊളിയല്ലേ കാര്യങ്ങൾ? അപ്പം നിങ്ങളൊരു ബേസ് ഓപ്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഇതിൽ സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ താഴത്ത് ഫോഗ് ലാമ്പ് യൂണിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് കയറ്റൊക്കെ ചെയ്യാം. അതിനുള്ളൊരു സ്പേസും കാര്യങ്ങളും കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. 16 ഇഞ്ചിൻ്റെ നല്ല കിഡിലൻ വീൽസാണ് വന്നാണ്, സ്റ്റീൽ വീൽസാണ്. പ്ലസ് നമുക്കൊരു വീൽ കപ്പ് കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായുടെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള വീൽ കപ്സ് കാണാം. പിന്നെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട് സൈഡിൽ. മിറേഴ്സ് എല്ലാം പെയിൻറ്റഡ് തന്നെയാണ് വരുന്നത്, പിയാനോ ബ്ലാക്ക്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഓപ്ഷനിൽ വരെ ഈ ഒരു മിററാണ്. തേർഡ് ഓപ്ഷനിൽ മുതലാണ് മിററിൽ ഇൻഡിക്കേറ്റർ വരുന്നത്. റൂഫ് നോക്കുകയാണെങ്കിൽ നമ്മുടെ റൂഫ് റെയിൽസും കാര്യങ്ങളും കാണാൻ സാധിക്കില്ല. ഈ ഒരു ഭാഗത്തൊരു ഗ്രേ ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ട്. അത് ബേസ് ഓപ്ഷൻ മുതൽ ടോപ്പ് എൻഡ് വരെ കാണാൻ സാധിക്കും കേട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പർ ആയില്ലേ? പിന്നെ നിങ്ങൾക്ക് ബേസ് ഓപ്ഷൻ മുതൽ കിട്ടുന്ന ഒരു കിഡിലം ഫീച്ചറാണ് ഫുൾ ഓപ്ഷൻ്റെ ആ ടെയിൽ ലാംപ്സ്. എങ്ങനെയുണ്ട്? ആ അടിപൊളിയാണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ ഷാർക്ക് ഫിൻ്റെ ആൻറ്റിന ഇല്ല, ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാംപ്സ് വരുന്നുണ്ട്, സ്പോയിലേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ വൈപ്പർ ഇല്ല. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞുള്ള കണക്റ്റഡ് ടെയിൽ ലാംപ്സ്. ആ ഒരു ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഉള്ളിലായിട്ടാണ് ഹുണ്ടായുടെ ലോഗോ നിൽക്കുന്നത്. കറക്റ്റാന്ന് കാണാൻ സാധിക്കും. നമ്പർ പ്ലേറ്റ് ഹോൾഡർ, താഴെ സ്കിഡ് പ്ലേറ്റ്. പിന്നെ അതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് റിവേഴ്സ് ലാമ്പ് വരുന്നത്. ഇതാണ് താഴത്തെ ആ ഒരു ഭാഗങ്ങളും കാര്യങ്ങളും. പിന്നെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു ഭാഗത്താണ് ആ സ്വിച്ച് വരുന്നത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ പാഴ്സൽ ട്രേ അവൈലബിൾ അല്ല. 433 ലിറ്റർ ആയിട്ട് അവൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അതുമാത്രമല്ല 60-40 സീറ്റ് സ്പ്ലിറ്റ് സീറ്റ് അവൈലബിൾ ആണ്. ഹെഡ് റെസ്റ്റ് റിമൂവൽ ആണ്, അത് അഡ്ജസ്റ്റബിൾ ആണ്. ഇതെല്ലാം നമുക്ക് ബേസ് ഓപ്ഷനിൽ തന്നെ ഹുണ്ടായി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ വലിച്ചടയ്ക്കാം, ഉള്ളിൽ കേട്ടിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അടയ്ക്കാം ഹൈറ്റുള്ള ആൾക്കാർക്ക്. ഇതൊക്കെയാണ് ബാക്കിലത്തെ കാര്യങ്ങൾ. പിന്നെ ഇതിന് മുമ്പുള്ള ചെയ്തിട്ടുള്ള വീഡിയോസിൽ നമ്മളതിൻ്റെ ലെങ്ത്ത് പറഞ്ഞിട്ടുണ്ട്, സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എൻജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതൊന്നും ഇതിൽ കാണിക്കുന്നില്ല. പിന്നെ മിറേഴ്സ് എല്ലാം ഇലക്ട്രിക്കൽ അല്ല, മാനുവൽ അഡ്ജസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അതൊന്നൊരു ഡ്രോബാക്ക് ആയിട്ടൊന്നും നമുക്ക് കൂട്ടാൻ പറ്റില്ല. പിന്നെ പവർ വിൻഡോസ് ബേസ് ഓപ്ഷനിൽ മുതൽ കൊടുത്തിട്ടുണ്ട്. കണ്ട അതിന്റെ സ്വിച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. മ്യൂസിക് സിസ്റ്റം നമുക്ക് അഡീഷണൽ ആയിട്ട് കയറ്റണം. അതിന്റെ ആ ഒരു ഹോളും കാര്യങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നോർമൽ അഡ്ജസ്റ്റ്മെന്റുള്ള മിറർ. പിന്നെ ബേസ് ഓപ്ഷൻ മുതൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഓപ്ഷനിലും ഇതേ ക്വാളിറ്റിയുള്ള സീറ്റുകൾ തന്നെയാണ് വരുന്നത്. നല്ല കുഷനിങ് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ചാവി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സ്റ്റിയറിങ് കാര്യങ്ങളൊക്കെ സ്വിച്ച് മാക്സിമം കുറവാണ്. ഇതിൽ നമ്മുടെ ക്ലസ്റ്ററിൻ്റെ നെക്സ്റ്റ് അതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ള ആ ഒരു സ്വിച്ചാണ് റൈറ്റ് സൈഡിൽ നമ്മുടെ സ്റ്റിയറിങ്ങിനെ കാണാൻ സാധിക്കുക കേട്ടോ. എങ്ങനെയുണ്ട്? സ്റ്റിയറിങ്ങിൻ്റെ ക്വാളിറ്റിയിലൊന്നും വലിയ മോശം എന്ന് പറയാനൊന്നുമില്ല. വാഹനം ഓണായി. ഭയങ്കര സൗണ്ട്ലെസ് എൻജിനാട്ടോ ഈ പെട്രോൾ എൻജിൻ എന്ന് പറയുന്നത്. തീരെ സൗണ്ടില്ല. നോക്കി ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ അവർ ഫുൾ ഓപ്ഷൻ്റെ അതേപോലത്തെ ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ വാഹനത്തിൽ മ്യൂസിക് സിസ്റ്റം ഇല്ല, ടച്ച് സ്ക്രീൻ ഇല്ല, അതായത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇല്ല എന്ന് മാത്രമാണ് നമുക്കൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുള്ളൂ. ഇവിടെ നമുക്ക് മെനുവും കാര്യങ്ങളും കാണാം. അതിൽ നമുക്ക് ക്ലസ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ എന്നുള്ളൊരു സ്വിച്ച് ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിൽ എല്ലാ കാര്യങ്ങളും കാണാം. RPM മീറ്റർ വരുന്നുണ്ട്, നമ്മുടെ നോർമൽ മീറ്ററും കാര്യങ്ങളും കാണാം. പിന്നെ എല്ലാ സീറ്റ് ബെൽറ്റിൻ്റെ അലർട്ടും കാര്യങ്ങളും, പിന്നെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. രാത്രിയാണ് ഈ ഒരു ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മൊത്തത്തിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക കേട്ടോ. ഞാൻ എങ്ങനെയാണോ ഞാൻ കാണുന്നത് അതേ രീതിക്കാണ് നിങ്ങൾക്കും കാണിച്ചു തരുന്നത്. ഇതാണ് സ്റ്റിയറിങ്ങിൻ്റെ ക്വാളിറ്റി. വാഹനം ഇലക്ട്രിക്കൽ സ്റ്റിയറിംഗ് ആണ് വരുന്നത്, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഇത് ഹോൺ വരുന്നുണ്ട് ഇവിടെ സെൻറ്റർ ഭാഗത്ത്, വേറെ സ്വിച്ചുകളൊന്നുമില്ല, പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം കൂടി കയറ്റിയ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ വാഹനത്തിലുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഇനി ടച്ച് സ്ക്രീൻ കയറ്റാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ AC യുടെ യൂണിറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫുൾ ഓപ്ഷനുള്ള പോലെ സെയിം തന്നെയാണ് വരുന്നത്. ആ കളർ ടോൺ അങ്ങനെ തന്നെയാണ് വരുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ക്വാളിറ്റിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചാർജിങ് അവൈലബിൾ ആയിട്ടുണ്ട്, C ഉണ്ട്, എയർ ടൈപ്പ് വരുന്നുണ്ട്, പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് അതൊക്കെ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള സെയിം വാഹനത്തിലുള്ള ഗിയർ ഷിഫ്റ്റിംഗ് തന്നെയാണ് വരുന്നത് കേട്ടോ. നമ്മുടെ റിവേഴ്സ് എപ്പോഴും വലിച്ചിട്ടാണ് മുകളിലേക്ക് ഇടുന്നത്. പിന്നെ കപ്പ് ഹോൾഡേഴ്സ്, നമ്മുടെ ഇവിടെ ഹാൻഡ് ബ്രേക്ക് വരുന്നുണ്ട്, പിന്നെ നമുക്കൊരു ചെറിയ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ നോർമൽ AC ആണ് വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തതാണ്. അകത്തേക്ക് അധികം നമുക്ക് ചൂട് ഏൽക്കുന്നില്ല കേട്ടോ. ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ഇൻസുലേഷൻ ഉള്ളൊരു മോഡലും കൂടിയാണ് വാഹനം. മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റ് മിറേഴ്സും കാര്യങ്ങളാണ്. ഇവിടെ മിററില്ല ഡ്രൈവറിൻ്റെ സൈഡിൽ, ഡ്രൈവറിൻ്റെ സൈഡിൽ മിറർ കാണാൻ സാധിക്കും. റൂഫെല്ലാം ഒരു വൈറ്റ് സ്റ്റോൺ ആയിട്ട് തന്നെയാണ് വന്നതാണ്. നമുക്ക് ഈ ഒരു വാഹനം ഈ ഒരു രീതിക്ക് കിട്ടാന്ന് പറഞ്ഞാൽ അടിപൊളി തന്നെയാണ്. ഏകദേശം 13,30,000 രൂപയാണ് പെട്രോൾ ഓപ്ഷൻ ഓൺ ദ റോഡ് വരുന്നത്. 15 ലക്ഷം രൂപയാണ് ഡീസൽ ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഓൺ ദ റോഡ് ബേസ് ഓപ്ഷൻ എനിക്ക് തോന്നുന്നു വെർത്ത് വേരിയൻ്റ് ആണ് ഈ ഒരു പ്രൈസിനെ കിട്ടുക. ബേസ് ഓപ്ഷനിൽ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് തരുന്നുണ്ട് കമ്പനി. ഈ ഒരു ഭാഗം മാഗ്നറ്റിക് ഫീൽഡ് ആട്ടോ. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാഗ്നറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും അവിടെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാനുവൽ ഡിമ്മിങ് മിറേഴ്സും കാര്യങ്ങളും, പിന്നെ സൺറൂഫ് ഒന്നും വരുന്നില്ല. ലക്ഷറി കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് ബേസ് വേരിയൻ്റ് എടുക്കാൻ നോക്കണ്ട കേട്ടോ. ബാക്കിലേക്കൊന്ന് തുറന്നു നോക്കി നോക്കാം. ഏകദേശം 80 ഡിഗ്രിയുടെ അടുത്താണ് വാഹനം ഡോറ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ പവർ വിൻഡോൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, സീറ്റൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ബാക്കിലിരിക്കണേ. സീറ്റ് ബെൽറ്റ് വരുന്നുണ്ട്, റിയർ AC വെൻസും അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസും ചാർജിങ് ഫെസിലിറ്റിയും. എൻ്റെ മോനെ ഈ ബേസ് ഓപ്ഷനിൽ തന്നെ ഇത്രയും ഫെസിലിറ്റീസ്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടില്ലേ? പിന്നെ പാഴ്സൽ ട്രേ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മേടിച്ച് വെച്ചാൽ അതും കംഫർട്ടബിൾ ആയിട്ട് കിട്ടും. ഇവിടെ ലൈറ്റൊക്കെ കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ലെഗ് റൂമും അതുപോലെ ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ലാത്ത തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ. ബേസ് ഓപ്ഷൻ എടുക്കുന്നവർക്ക് 2 എഞ്ചിനിലാണ് വാഹനം അവൈലബിൾ ഉള്ളത്. 1500 cc പെട്രോൾ എഞ്ചിനിലും 1500 cc ഡീസൽ എഞ്ചിനിലും മാത്രമാണ് ഈ വാഹനം ബേസ് ഓപ്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ്റെ ആ ഒരു സൗണ്ട് നോട്ടും കാര്യങ്ങളും. വളരെ ലളിതമായിട്ടുള്ള സൗണ്ട് നോട്ടാട്ടോ പറഞ്ഞത്. ഈ പെട്രോൾ എഞ്ചിൻ ഓൺ ആക്കിയിട്ടുണ്ടെന്ന് അറിയേയില്ല, അത്രയും റിഫൈൻമെൻറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിനാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണേ.